ഏറെ ആത്മവിശ്വാസം പകരുന്ന ഈ ചടങ്ങിൽ അധ്യക്ഷപദം അലങ്കരിക്കുന്ന പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ ശ്രീ വിനോദ് മാഷ്, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ എല്ലാം കുടുംബത്തിലെ മുതിർന്ന കുടുംബനാഥൻ എൻ്റെ പ്രിയപ്പെട്ട പപ്പേട്ടൻ, പാർട്ടിയുടെ വിവിധ മണ്ഡലങ്ങളിൽ, മേഖലകളിൽ, തലങ്ങളിൽ ചുമതലകൾ വഹിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട വേലായുധേട്ടൻ, രഞ്ജിത് ജി, രഘുവേട്ടൻ, വേദിയിലുള്ള മറ്റ് TC മനോജ്, ജയന്തേട്ടൻ, അജികുമാർ ജി, സദസ്സിൽ ഒരുപാട് പേര്, ജയരാജൻ മാഷ് സംഘത്തിൻ്റെ മുതിർന്ന കാര്യകർത്താവ് ഉൾപ്പെടെ ഒരുപാട് പേരുണ്ട്, ഭാഗ്യേട്ടൻ, മുതിർന്ന അമ്മമാർ, സഹോദരിമാർ, പാർട്ടിയുടെ കരുത്തരായ സഹപ്രവർത്തക സഹോദരങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകരായ സഹോദരങ്ങൾ, എല്ലാവർക്കും സ്നേഹപൂർണ്ണമായ നമസ്കാരം. സത്യത്തിൽ ഈ മൈക്കേഡ് ഇങ്ങനെ കാണുമ്പോൾ എൻ്റെ മാധ്യമ സുഹൃത്തുക്കളോട് ആമുഖമായി പറയാനുള്ളത്, ഇത് ഞങ്ങളുടെ ഒരു കുടുംബ കാര്യമാണ്. അതുകൊണ്ട് മതിലുകളില്ലാതെ, അതിരുകളില്ലാതെ ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരു ചടങ്ങാണ്. ആ കാര്യത്തെ അതിൻ്റെ ഗൗരവത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് വേണം നിങ്ങളുടെ ദൗത്യം നിർവഹിക്കാൻ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതിൽ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല അതിനെ സംബന്ധിച്ച്. ജൂലൈ മാസം 10-ാം തീയതിയാണ് സമാരാധ്യനായ മോദിജി എന്നെ വിളിക്കുന്നത്. ആ വിളിയിലും ചില രസകരമായ അനുഭവമുണ്ട്. ഒരു 10 മണി നേരത്ത് പാർട്ടിയുടെ ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി, ഞാനിത് എൻ്റെ സഹോദരങ്ങളുമായി പങ്കുവയ്ക്കുന്നത് എന്താണ് സംഭവിച്ചത് എന്നറിയാനൊരാകാംക്ഷ എല്ലാവർക്കും ഉണ്ടാകും. അതുകൊണ്ടാണ് ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി BL സന്തോഷ് ജി, അദ്ദേഹത്തിൻ്റെ നമ്പറിൽ നിന്ന് എനിക്കൊരു വിളി വന്നു. സംസാരിച്ചത് അദ്ദേഹത്തിൻ്റെ സഹായിയാണ്, മറ്റൊന്നുമല്ല, ബയോഡാറ്റ വേണം, ഒന്നയക്കണം എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ സാധാരണ നിലയ്ക്ക് പാർട്ടിയുടെ കേന്ദ്ര ഓഫീസിൽ നിന്ന് അങ്ങനെ പലപ്പോഴും ഓരോ ആവശ്യങ്ങൾ ചോദിച്ചുകൊണ്ട് വിളി വരാറുണ്ട്, ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞൊരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴാണ്, ഏതാണ്ട് ഒരു 10:40 ആകുമ്പോഴാണ് ഫോണിൽ പ്രൈവറ്റ് നമ്പർ എന്ന ഒരു കോൾ വന്നത്. അതിൽ നമ്പരൊന്നുമില്ല, അത്രമാത്രമേ ഉള്ളൂ. അങ്ങനെയൊരു കോൾ വരുന്ന ശീലമില്ല, നേരത്തെ അങ്ങനെ ഇല്ല. അപ്പോൾ ആകെ ഒരു സംശയത്തോടെ ഫോൺ അറ്റൻഡ് ചെയ്തു. ഹിന്ദിയിലാണ് സംസാരിച്ചത്. മാഷല്ലേ എന്നൊക്കെ ചോദിച്ചു. അതേന്ന് പറഞ്ഞു. മോദിജിക്ക് സംസാരിക്കണം, കണക്ട് ചെയ്യുന്നുണ്ട് എന്ന് പറയാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇത് വല്ല ട്രോളുമാണോ? പ്രൈവറ്റ് നമ്പർ എന്ന് കാണുന്നു. പിന്നെയാണ് അറിഞ്ഞത്, ഞാനത് പറയാം, ഈ പ്രൈവറ്റ് നമ്പർ എന്ന സംവിധാനം എന്താണ്. ഏതായാലും ശരി, കണക്ട് ചെയ്യൂ എന്ന് പറഞ്ഞു. കണക്ട് ചെയ്യുന്ന ചില നിമിഷങ്ങൾ മനസ്സ് നിറയെ ആകാംക്ഷയായിരുന്നു. ആരെങ്കിലും പറ്റിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണോ? ഞാൻ പറഞ്ഞ പോലെ ട്രോളാണോ? പക്ഷെ അങ്ങേ തലയിൽ നിന്ന് സുപ്രസിദ്ധമായ ശൈലിയിൽ നമസ്തേ മാസ്റ്റർ ജി എന്നുള്ള ആ ഒരു പ്രയോഗം അപ്പോൾ ഉറപ്പിച്ചു, ഇത് ട്രോളല്ല, മോദിജി തന്നെയാണ്. പിന്നീട് അദ്ദേഹം പറഞ്ഞത്, മാഷിനെ ഒരു ദൗത്യം ഏൽപ്പിക്കുന്നു എന്നാണ്. ഞാൻ ചാനലുകാരൊക്കെ വന്ന സമയത്ത് അത് പറഞ്ഞിരുന്നു. ഒരു ദൗത്യം ഏൽപ്പിക്കുന്നു, ഏറ്റെടുക്കണം. എന്താണ് എന്നുള്ളത് ഔദ്യോഗികമായി അറിയിപ്പ് കിട്ടും. എല്ലാ ആശംസകളും. ഇത്ര മാത്രമേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അത് ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ, പ്രവർത്തനത്തിൽ എന്ത് ചെയ്യണം എന്നുള്ള ഒരു നിർദ്ദേശം തന്നെയായിരുന്നു. ദൗത്യം എന്ന് അദ്ദേഹം ഉപയോഗിച്ച വാക്കിൻ്റെ അർത്ഥതലങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോഴാണ്
ഇനി എന്താണ് ജീവിതം എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നത്. അത് കഴിഞ്ഞു. പിന്നീട് വീണ്ടും ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ BL സന്തോഷി തന്നെ നേരിട്ട് എന്നോട് ഇതേ കാര്യം പറഞ്ഞു. എന്ത് എന്ന് പറഞ്ഞിട്ടില്ല. പിന്നീട് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ്, 12-ാം തീയതിയാണ്, നമ്മുടെ പ്രിയപ്പെട്ട സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി രാവിലെ ഒരു 8 മണി നേരത്തെ വിളിച്ചിട്ട് ഇതാണ് ദൗത്യം എന്ന് പറഞ്ഞത്. സത്യത്തിൽ നമ്മുടെ പ്രവർത്തന രീതി അനുസരിച്ച്, നമ്മുടെ ശൈലി അനുസരിച്ച്, നമ്മളൊക്കെ പഠിച്ച കാര്യങ്ങളനുസരിച്ച് ഇത്തരം ചിന്തകൾ, ഏതെങ്കിലും ഒരു അധികാര സ്ഥാനത്തെത്തണം, അല്ലെങ്കിൽ ഇതുപോലെയുള്ള പദവികളിലേക്ക് എത്തണം എന്നൊന്നും ചിന്തിച്ചുകൊണ്ടല്ല. നമ്മൾ ആരും, ആ ഇരിക്കുന്ന അങ്ങേയറ്റത്തിരിക്കുന്ന വേലായുധട്ടൻ മുതൽ ഈ ഇളം തലമുറയിലെ TC മനോജ് വരെയുള്ള ആളുകൾ അങ്ങനെയൊരു സങ്കല്പമോ ചിന്തയോ മനസ്സിൽ വെച്ചുകൊണ്ടല്ല നമ്മൾ പ്രവർത്തിക്കുന്നത്. നിങ്ങളൊക്കെ ഈ ഇരിക്കുന്ന എല്ലാവരും എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നത് നമ്മൾ നിർണയിച്ചു കഴിഞ്ഞു. എപ്പോൾ? രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ശാഖയിൽ പരപവിത്ര ഭഗവദ്ധ്വജത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് നമസ്തേ സദാവത്സലേ മാതൃഭൂമേ എന്ന് തുടങ്ങി പരം വൈഭവം നേതുമേതത് സ്വരാഷ്ട്രം ഭാരത് മാതാ കി ജയ് എന്ന വരിയിൽ അവസാനിക്കുന്ന ആ 13 വരികളിലൂടെ നമ്മുടെ ജീവിത ലക്ഷ്യം നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട്. രാഷ്ട്രവൈഭവം, നാം ഉൾക്കൊള്ളുന്ന ഈ സമൂഹത്തിൻ്റെ സർവതോമുഖമായ ഉന്നതി. പണ്ഡിറ്റ് ദീൻദയാൽജി അതിനെ വിശേഷിപ്പിച്ചത് അവസാനത്തെ വരിയിലെ അവസാനത്തെ ആൾക്കും ക്ഷേമം ഉറപ്പുവരുത്തുന്ന ഒരു സംവിധാനം, അതിനുവേണ്ടി കടീബദ്ധരായി, പ്രതിബദ്ധതയുള്ളവരായി, സ്വയം സമർപ്പിതരായി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. മോദിജി നിർദ്ദേശിച്ച ദൗത്യം ഇതാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അപ്പോഴെന്തു വേണം? എന്താണ് അതിൻ്റെ പ്രായോഗിക സമീപനം? ഇന്നലെ ഒരു ദേശീയ ചാനലിൽ നിന്ന് വിളിച്ചൊരു 10 മിനിറ്റ് അവരുമായിട്ട് ഞാൻ സംസാരിച്ചു. ഇതേ കാര്യം ഞാൻ അവരോട് പറഞ്ഞു. ഒരു ദൗത്യമാണ് മോദിജി ഏൽപ്പിച്ചത്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ആ ദൗത്യം നിർവഹിക്കാൻ പോകുന്നത് എന്നതായി പിന്നീടുള്ള ചോദ്യം. അപ്പം ഞാൻ അവരോട് പറഞ്ഞ മറുപടി അത് തന്നെയാണ് എനിക്ക് എൻ്റെ സഹപ്രവർത്തകരുടെ സഹോദരങ്ങളോട് പറയാനുള്ളത്. മോദിജി കഴിഞ്ഞ കുറേ നാളുകളായി പറയുന്നൊരു കാര്യമുണ്ട്, വികസിത ഭാരതം. ഗർഭസ്ഥ ശിശു മുതൽ വന്ധ്യവയോധികരായ ആളുകൾ വരെ 70 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് ആയുഷ്മാൻ ഭാരത് പദ്ധതി അനുസരിച്ച് അവരുടെ വരുമാനമോ മറ്റ് മാനദണ്ഡങ്ങളോ ഒന്നും കണക്കാക്കാതെ 5 ലക്ഷം രൂപ ഇൻഷുറൻസ് ഉറപ്പുവരുത്തുന്ന പദ്ധതി വരെ ഈ നാടിന് സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് മോദിജി. ആ മുന്നോട്ട് പോക്കിൻ്റെ പരിസമാപ്തി എന്ന് പറയുന്നത് വികസിത ഭാരതമാണ്. സംഘപ്രാർത്ഥനയിൽ നാം ആലപിക്കുന്ന രാഷ്ട്രത്തിൻ്റെ പരമമായ വൈഭവം, ലോക ഗുരുസ്ഥാനത്തേക്കുള്ള നമ്മുടെ ഗതിവേഗം വർദ്ധിപ്പിക്കാൻ നാം ഓരോരുത്തരും കടീബദ്ധരായി, അരയും തലയും ഉറുക്കിയവരായി രംഗത്തിറങ്ങുക. അതാണ് ഞങ്ങളുടെ ഈ പറയുന്ന മോദി ഏൽപ്പിച്ച ദൗത്യ നിർവഹണത്തിന് ഞങ്ങളുടെ വഴികാട്ട് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവർ എടുത്തു ചോദിച്ചത് എന്താണ് പദ്ധതി? പദ്ധതി പലതരത്തിലാണ്. ഒരു ബൂത്ത് പ്രസിഡന്റ് പാർട്ടിയുടെ എന്താണ് ചെയ്യേണ്ടത്? ആ ബൂത്തിനുള്ളിൽ ഉൾപ്പെടുന്ന പൊതുസമൂഹത്തിൻ്റെ, BJP-കാരുടെയോ സംഘപരിവാറുകാരുടെയോ അല്ല, ആ ബൂത്തിൽ ജീവിക്കുന്ന പൊതുസമൂഹത്തിൻ്റെ ഉജ്ജ്വലമായ ഭാവി കരുപ്പിടിപ്പിക്കാൻ ആവശ്യമായ പദ്ധതികൾ അത് പ്രാവർത്തികമാക്കുക. അതങ്ങനെ ഉയർന്നുയർന്ന മണ്ഡലം പ്രസിഡന്റ്, ജില്ലാ പ്രസിഡന്റ്, സംസ്ഥാന അധ്യക്ഷൻ, അങ്ങനെ ഉയർന്ന തലത്തോളം പാർട്ടിയുടെ കാര്യകർത്താക്കൾ ഓരോരുത്തരും ചിന്തിച്ചുകൊണ്ടിരിക്കുക. അത് പാർട്ടി നമ്മുടെ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും ഗ്രാമതലത്തിൽ പ്രവർത്തിക്കുന്ന പഞ്ചായത്ത് പ്രതിനിധി, വാർഡ് മെമ്പർ മുതൽ അങ്ങ് മുകളിൽ ആരാധ്യനായ പ്രധാനമന്ത്രി വരെ, അതിനും അപ്പുറത്ത് നമ്മുടെ രാഷ്ട്രപതി വരെ ഉള്ള ആ സംവിധാനത്തിലൂടെ ജനക്ഷേമം ഉറപ്പുവരുത്താൻ കഴിയുന്ന കാര്യങ്ങൾ, അതിനുവേണ്ടിയുള്ള പ്രവർത്തനം, ഇതാണ് പ്രായോഗികമായ സമീപനം.
അതാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് തന്നെയാണ് എനിക്ക് മാധ്യമങ്ങളോടും എന്തെങ്കിലും പറഞ്ഞു, നാട്ടുകാരോട് എന്തെങ്കിലും പറഞ്ഞു എന്നുള്ളതല്ല. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം, ഞാനും വിനോദ മാഷും കുറച്ചു നേരം ഇങ്ങനെ അവിടെ സ്വകാര്യ സംഭാഷണത്തിൽ ഏർപ്പെട്ടപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ കാര്യം മാഷ് പറഞ്ഞു, വിമാനത്താവളത്തിൻ്റെ കാര്യം പറഞ്ഞു. റെയിൽവേ സ്റ്റേഷനും വിമാനത്താവളവും വികസിക്കുന്നതിനേക്കാൾ വേഗത്തിൽ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് വികസിക്കേണ്ടതുണ്ട്. സാധാരണക്കാരൻ്റെ യാത്രാ മാർഗം സുഗമമാവേണ്ടതുണ്ട്. ബസ് യാത്ര മെച്ചപ്പെടണം, റോഡുകൾ മെച്ചപ്പെടണം. അപ്പോൾ ആ ഗതാഗത സംവിധാനം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും ഉയർന്ന തലത്തിലാണ്. ഇതെല്ലാം മുൻഗണനാക്രമം അനുസരിച്ച് ജനങ്ങൾക്ക് പ്രാപ്യമാകുന്ന തരത്തിൽ, സുഗമമാകുന്ന തരത്തിൽ സംവിധാനം ചെയ്യണം. നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ സാധാരണക്കാരൻ്റെ ആശ്രയ കേന്ദ്രമാണിന്ന്. വിമാനത്താവളവും ഇന്ന് സാധാരണക്കാർ ഉപയോഗിച്ച് തുടങ്ങി. ഞാൻ സൂചിപ്പിച്ചതുപോലെ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് മുതൽ സാധാരണ ഗ്രാമീണ റോഡുകൾ വരെ എത്രയെത്ര റോഡുകളാണ് ഗതാഗത യോഗ്യമാക്കേണ്ടതുള്ളത്. പപ്പേട്ടൻ സൂചിപ്പിച്ചു, റോഡിൻ്റെ കാര്യമൊക്കെ പരാതിയായിട്ട് പലരും പറയാറുണ്ട്. അപ്പം അത്തരം വിഷയങ്ങളുണ്ട് നമ്മുടെ മുമ്പിൽ, പരന്നു കിടക്കുന്ന വിഷയങ്ങളുണ്ട്. ആശുപത്രിയിൽ എത്തിച്ചാൽ, ഗുരുതരാവസ്ഥയിൽ ഗവൺമെൻറ് ആശുപത്രിയിൽ എത്തിച്ചാൽ, ഇപ്പം പറഞ്ഞില്ലേ, നമ്മുടെ ഒരു മന്ത്രി തന്നെ പറഞ്ഞില്ലേ, കോവിഡ് വന്നപ്പോൾ ഞാൻ രക്ഷപ്പെട്ടത് സ്വകാര്യ ആശുപത്രിയിൽ പോയിട്ടാണെന്ന്. അങ്ങനെ പറയേണ്ടി വരുന്ന മന്ത്രിയുള്ള നാടാണ് നമ്മുടെ നാട്. ആ നാട്ടിൽ റോഡപകടത്തിൽപ്പെട്ട് പരിക്ക് പറ്റി അത്യാസന്ന നിലയിൽ കഴിയുന്നൊരു സഹോദരനെയും കൊണ്ട് അവിടെ ചെല്ലുമ്പോൾ കിടക്കാൻ സ്ട്രക്ചറില്ല, അല്ല ഒന്ന് കിടത്തി തിയേറ്ററിലേക്ക് എത്തിക്കാനുള്ള സംവിധാനങ്ങളില്ല. അവിടെ ചെല്ലുമ്പോൾ സൂചിയില്ല, അവിടെ ചെല്ലുമ്പോൾ മരുന്നില്ല. ഇപ്പം നമ്മുടെ നമ്പർ 1 എന്നൊക്കെ പറയുന്നുണ്ട്. എവിടെയാണ് ആതുര ശുശ്രൂഷ രംഗം? വിദ്യാഭ്യാസം, എല്ലാ കുട്ടികളും ജയിക്കുകയാണ് 10ാം ക്ലാസ്സിൽ. നല്ല കാര്യം, സന്തോഷമുള്ള കാര്യം. ഞാൻ അധ്യാപകനായി പ്രവർത്തിച്ചിരുന്ന കാലത്ത് എൻ്റെ ക്ലാസ്സിൽ 10ാം ക്ലാസ്സിൽ ഞാനൊരു കേട്ടെഴുത്ത് നടത്തി. 10 വാക്യങ്ങളാണ് പറഞ്ഞത്, വാക്കുകളാണ് പറഞ്ഞത്. ആ 10 വാക്കുകൾ 42 കുട്ടികളുള്ള ക്ലാസ് മുറിയിൽ 10 വാക്കുകൾ കേട്ടെഴുത്ത് പറഞ്ഞപ്പോൾ 3 കുട്ടികളാണ് എല്ലാ വാക്കും ശരിയായി എഴുതിയത്. 42 കുട്ടികളിൽ 3 കുട്ടികൾ. അതിൽ 3 കുട്ടികൾ ഒഴിച്ച് 39 കുട്ടികളും പൊതുവായി തെറ്റിച്ച ഒരു വാക്ക് ഭരണഘടന എന്നുള്ളതാണ്. നമ്മൾ നോക്കണം. ഇപ്പോൾ ഈ ഭരണഘടനയുടെ ഒരു പാവക്കുട്ടിയെ പോലുള്ളൊരു പുസ്തകം ഉയർത്തിപ്പിടിച്ച് നടക്കുന്ന ആളുകളുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. അപ്പൊ ഇതെന്താണെന്ന് കുട്ടികൾക്ക് അറിയാൻ കഴിയാത്ത 10ാം ക്ലാസ്സിലെ കുട്ടികളാണ് ഭരണഘടന എന്ന് അക്ഷരം തെറ്റാതെ എഴുതാൻ സാധിക്കുന്നത് 3 കുട്ടികളാണ്. ബാക്കി എല്ലാവരും പൊതുവായി തെറ്റിച്ച വാക്ക് ഭരണഘടനയാണ്. നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ നേർചിത്രമാണത്. നോക്കൂ, കുട്ടികളെ ഇപ്പൊ പാദപൂജയാണ് എല്ലാവരുടെയും വിഷയം. മാർച്ച് നടത്തുകയാണ് പാദപൂജ നടത്തിയതിനെതിരായിട്ട്. എൻ്റെ നാട്ടിൽ ഞാൻ ജോലി ചെയ്ത വിദ്യാലയത്തിൽ എല്ലാ വർഷവും ആ പരിപാടി അവിടെ നടത്താറുണ്ട്. അസംബ്ലിയിൽ കുട്ടികളെ ഒരുമിച്ച് നിർത്തി ഇതിൻ്റെ ആശയം പറഞ്ഞു കൊടുത്ത് ക്ലാസ് മുറിയിൽ അവർ അധ്യാപകരുടെ പാദ നമസ്കാരം ചെയ്യാറുണ്ട്. ഈ പരിപാടിയിൽ രക്ഷിതാക്കളെ വിളിക്കാറുണ്ട്. ഈ പരിപാടിയിൽ പങ്കെടുത്ത് തിരിച്ചു പോകുന്ന രക്ഷിതാവ് സ്റ്റാഫ് റൂമിൽ വന്ന് ഞങ്ങളെ കെട്ടിപ്പിടിച്ച് അഭിനന്ദിക്കാറുണ്ട്. ജാതി, മത, വർഗ, വർണ്ണ, രാഷ്ട്രീയ ഭേദമന്യേ രക്ഷിതാക്കൾ. കാരണം അതൊരു മൂല്യമാണ്. എന്തുകൊണ്ടാണ് ക്ലാസ് മുറിയിൽ നമ്മൾ ഇരിക്കുമ്പോൾ തൊട്ടടുത്ത ആളെ ചവിട്ടിപ്പോയാൽ നമ്മൾ തൊട്ട് നിറുകയിൽ വെക്കുന്നത്? എന്തിനാണ്? സ്വാഭാവികമായി സംഭവിക്കുകയാണ്. അതൊരു മൂല്യമാണ്. ആ മൂല്യങ്ങൾ വേണ്ടേ നമുക്ക്? റോഡും വിമാനവും തീവണ്ടിയും മാത്രം മതിയോ? മനുഷ്യനായി ജീവിക്കാൻ കഴിയുന്ന ആധ്യാത്മിക സംസ്കൃതിയുടെ അത്യുജ്വലമായ പാരമ്പര്യം പേറുന്ന നമ്മുടെ ഈ നാട്ടിൽ നമുക്ക് മാർഗം കാണിച്ചു തരുന്ന അധ്യാപകരുടെ മുന്നിൽ നമസ്കരിക്കാൻ നമ്മുടെ കുട്ടിയോട് പറയുന്നത് അപരാധമാണെങ്കിൽ ആ അപരാധമാണ് ഇനി ഈ നാടിന് വേണ്ടത് എന്ന് ചിന്തിക്കേണ്ടി വരും. ആ അപരാധമാണ്. ഇപ്പോൾ എന്നെ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുത്തത് എന്ത് യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് എന്നൊരു ചോദ്യം വരുന്നുണ്ട്. നമ്മളൊരു പാവം, ഒരു നാട്ടും പുറത്തുകാരൻ. പക്ഷേ എനിക്ക് ഈ നാടിനെ കുറിച്ച് അറിയാം. എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് എൻ്റെ പ്രസ്ഥാനം. എനിക്ക് ഈ നാട്ടുകാരെ കുറിച്ചറിയാം. എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് എൻ്റെ ഈ പ്രസ്ഥാനം. എന്നെ എഴുതാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ എഴുതിയിട്ടുണ്ട്.
എന്നെ സംസാരിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്, ഞാൻ സംസാരിച്ചിട്ടുണ്ട്. 10-30 വർഷക്കാലം ഞാൻ അധ്യാപകനായി ജോലി ചെയ്തിട്ടുണ്ട്. അതിനെനിക്ക് കരുത്തു പകർന്നത് ഈ സാമൂഹ്യ വീക്ഷണം എനിക്ക് പകർന്നു തന്ന എൻ്റെ പ്രസ്ഥാനമാണ്. എനിക്ക് ഔദ്യോഗികമായ അംഗീകാരങ്ങൾ പലരും തന്നിട്ടുണ്ട്. ഞാനതൊന്നും കടലാസിൽ എഴുതി ആരുടെ മുമ്പിലും സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്നെ അതിന് നിയോഗിച്ച ആളുകൾക്കറിയാം ഞാൻ ആര് എന്ന്. അവർക്കത് ബോധ്യമുള്ളത് കൊണ്ടാണ് ഈ ആള് തരക്കേടില്ല എന്ന് വിചാരിച്ച് എന്നെ അവിടേക്ക് വിളിച്ചിട്ടുള്ളത്. അതിനാരുടെയും സമ്മതപത്രം എനിക്ക് ആവശ്യമില്ല. എനിക്കാകെ വേണ്ടത് ഈ നാടിനെ സ്നേഹിക്കുന്നവരുടെ ആശീർവാദം മാത്രമാണ്. അതെനിക്കുണ്ട് എന്നുറപ്പാണ്. പിന്നെ പലരും സംസാരിച്ചപ്പോൾ എൻ്റെ ഈ ഞാൻ അനുഭവിച്ച ദുരിതത്തെക്കുറിച്ച് പല ചാനലുകളും എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ദയവ് ചെയ്ത് അത്തരം ചോദ്യങ്ങളെക്കുള്ള മറുപടി എന്നിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. കാരണം ദശാബ്ദങ്ങളോളം ഈ നാട്ടിൽ നടന്ന ആ ഒരു ദുരന്തപൂർണമായ അനുഭവം ഇനി ആവർത്തിക്കരുത് നമ്മുടെ നാട്ടിൽ. കഴിഞ്ഞതൊരു ദുസ്വപ്നം പോലെ മറക്കാൻ നിങ്ങൾ സന്നദ്ധരാകണം. മാധ്യമപ്രവർത്തകർ അതിന് സഹകരിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ആ കാര്യങ്ങളെക്കുറിച്ച് ചിക്കിച്ചിഴഞ്ഞെടുത്ത് ഇഴകേറി പരിശോധിച്ച് വിമർശിച്ച് അതിനെ പ്രതിരോധിച്ച് സമയം കളയരുത്. ഇനിയും കണ്ണൂരിലെ സഹോദരങ്ങളുടെ മനസ്സ് അസ്വസ്ഥമാക്കരുത്. ഇനിയും കണ്ണൂരിലെ കുടുംബങ്ങളുടെ കണ്ണീരിൽ കൂടുതൽ ഉപ്പ് ചേർക്കരുത്. ഇനിയും കണ്ണൂരിൽ കത്തിമുനകൾ അന്തരീക്ഷത്തിൽ സംവദിക്കുന്ന സാഹചര്യം ഉണ്ടാകരുത്. കൃഷ്ണദാസ് ഇത് പറഞ്ഞു. വിധിന്യായത്തിൽ ജഡ്ജി സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയ കക്ഷികൾ ഏറ്റുമുട്ടേണ്ടത് തെരുവിലല്ല, ആശയത്തിലൂടെയാണ്. ആയുധത്തിലൂടെയല്ല, ആശയത്തിലൂടെയാണ്. അത് തന്നെയാണ് എൻ്റെ പ്രസ്ഥാനം എന്നെ പഠിപ്പിച്ചത്. 100% അങ്ങനെയാണ് പഠിപ്പിച്ചത്. അരുത് എന്നതാണ് ചെവിയിൽ മുഴങ്ങിയ കാര്യം. അത്തരം കാര്യങ്ങൾ മനസ്സിലേക്ക് വരുമ്പോൾ അരുത് എന്ന് നമ്മുടെ സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന വാക്കാണ് പ്രസ്ഥാനത്തിലൂടെ നമ്മൾ കേട്ടത്. അങ്ങനെ കേട്ട് വളർന്ന നമുക്ക് മറ്റൊരാളുടെ ചോരയിൽ അഭിരമിക്കാൻ കഴിയരുത്. നമ്മുടെ നാട് ശാന്തിയുടെ, സമാധാനത്തിൻ്റെ, സ്വസ്ഥതയുടെ, സ്വച്ഛതയുടെ വിളഭൂമിയായി മാറണം. ഒരുപാട് ആളുകൾ ജീവത്യാഗം, വീരപഴശ്ശിരാജാവ് നമ്മുടെ നാട്ടുകാരനാണ്. അങ്ങനെ അനേകം ആളുകൾ, രാജ്യസ്നേഹികളായ ആളുകൾ, അവരവർ പ്രവർത്തിക്കുന്ന മേഖലയിൽ നാടിനു വേണ്ടി കർമ്മധീരതയോടെ പ്രവർത്തിച്ചവരാണ്. ആ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. അതാണ് നമ്മുടെ മാർഗം. ആ ചരിത്രമാണ് നമ്മുടെ ആശയം. പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായജി നമുക്കൊരു ദർശനം തന്നിട്ടുണ്ട്, ഏകാത്മമാനവ ദർശനം. ഏകാത്മമാനവ ദർശനം എന്ന് പറയുന്നത് തൊട്ടടുത്തിരിക്കുന്ന സഹോദരനും ഞാൻ തന്നെയാണ് എന്ന ബോധത്തോടെ എൻ്റെ അയൽപ്പക്കത്ത് നിന്ന് ഉയരുന്ന നിലവിളി അതെൻ്റെ ഹൃദയത്തെ തൊട്ടുണർത്തുന്നുണ്ടെങ്കിൽ അതാണ്, അവനാണ് മനുഷ്യൻ. ആ മാനവനാണ് നമ്മൾ, മാനവന്മാരാണ് നാം ഓരോരുത്തരും. അതുകൊണ്ടാണ് അന്ത്യജൻ അഗ്രജനില്ലിവിടെ, വർഗം വർണ്ണം അരുതിവിടെ, സകലരും അമ്മയ്ക്ക് ഓമന മക്കൾ, ബന്ധുക്കൾ നാം എന്ന് നമ്മൾ പാടുന്നത്. എല്ലാവരും അമ്മയ്ക്ക് ഓമന മക്കളാണ്. ആരാധനാ രീതികൾ വ്യത്യസ്തമാണ്, ചടങ്ങുകൾ വ്യത്യസ്തമാണ്, ഭാഷ വ്യത്യസ്തമാണ്, വേഷം വ്യത്യസ്തമാണ്, ഭൂഷ വ്യത്യസ്തമാണ്, ഭക്ഷണം വ്യത്യസ്തമാണ്. എങ്കിലും നാം എല്ലാവരും ഒരമ്മയുടെ മക്കളാണ്. ആ ബോധമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ പറയുന്ന ദുരന്തപൂർണമായ ഒരു സാഹചര്യത്തെ പുനഃസൃഷ്ടിക്കാൻ നമുക്ക് കഴിയരുത്. എനിക്കെൻ്റെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളോടും സഹോദരങ്ങളോടും അഭ്യർത്ഥിക്കാനുള്ളത് അതാണ്. ഈ ആളുകൾ മറക്കാൻ ശ്രമിച്ച, നേരത്തെ പപ്പട്ടനൊക്കെ സൂചിപ്പിച്ചതുപോലെ നമ്മളെല്ലാം മറക്കാൻ ശ്രമിക്കുന്ന പുതിയ തലമുറയിലെ ആളുകൾക്ക് കേട്ടറിവ് മാത്രമുള്ള ആ കാര്യങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങൾ ഇഴകീറി പരിശോധിക്കരുത്. മാരാർജി സ്മൃതി മന്ദിരത്തിൽ എന്നോട് ചില ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. ഞാൻ അവരോടൊന്നും അതിന് മറുപടി പറഞ്ഞില്ല, മറുപടി പറയുകയുമില്ല. വിവാദങ്ങൾ ഉണ്ടാക്കുന്നവർക്ക് നല്ല നമസ്കാരം, വിമർശിക്കുന്നവർക്ക് എല്ലാ നന്മയും ഉണ്ടാകട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അവർക്ക് നല്ല ചിന്തകൾ അവരുടെ ബൗദ്ധിക തലത്തിലേക്ക് വരട്ടെ. ആ ചിന്തകൾക്കനുസരിച്ചുള്ള നല്ല വാക്കുകൾ, ജനങ്ങളെ സമന്വയിപ്പിക്കുന്ന, സാഹോദര്യ ഭാവന വളർത്തുന്ന വാക്കുകളായി അവരുടെ നാവിലൂടെ വരട്ടെ
എന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഒരൊറ്റ കാര്യം കൂടി എൻ്റെ സഹപ്രവർത്തകരോട് മാത്രമായിട്ട്, മാധ്യമങ്ങളോട്, നിങ്ങൾക്ക് ഇപ്പോൾ ചെവി കേൾക്കില്ലേ? തലശ്ശേരിയിൽ നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ പോരാട്ടത്തിൻ്റെ ഇടയിൽ ഒരു സംഭവം കേട്ടിട്ടുണ്ട്. കരിമ്പിൽ സതീശൻ, ആ പേര് നമുക്കറിയാം. മത്സ്യത്തൊഴിലാളിയായ സംഘത്തിൻ്റെ ചുമതലപ്പെട്ട കാര്യകർത്താവായിരുന്നു. അദ്ദേഹം ഉച്ചവരെ കടലിൽ അധ്വാനിച്ച് തിരിച്ചു വീട്ടിൽ വന്ന് അടുക്കളയിൽ അമ്മ വിളമ്പിക്കൊടുത്ത ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ്. അമ്മ പാത്രത്തിൽ ഭക്ഷണം വിളമ്പി അരികത്ത് വെച്ചു. ഒരു പിടി വാരി വായിലേക്ക് വെക്കാൻ നേരത്ത് അമ്മ പറഞ്ഞു, തൊട്ടടുത്ത സ്ഥലത്തുള്ള അടുത്ത വീട്ടിലെ ഒരു സഹപ്രവർത്തകനെ വെട്ടേറ്റ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്നമ്മ സൂചിപ്പിച്ചു. ഈ വാരി ഉയർത്തിക്കൊണ്ടുവന്ന ചോറ് തിരിച്ച് ആ പാത്രത്തിൽ തന്നെ ഇട്ട് എഴുന്നേറ്റ് റോഡിലൂടെ സതീശൻ ഓടുകയായിരുന്നു. ആ ഓടുന്ന ഓട്ടത്തിനിടയിൽ പതിയിരുന്ന പ്രതിയോഗികൾ ആ റോഡിൽ വെച്ച് അദ്ദേഹത്തെ വെട്ടിക്കൊന്നു. ഞാൻ മറ്റൊന്നും പറയുന്നില്ല. ഇതാണ് സഹോദരങ്ങളെ നമ്മുടെ മുൻഗാമികൾ നമുക്ക് കാണിച്ചു തന്ന മാർഗം. ആരുടെയെങ്കിലും മുന്നിൽ ചെന്ന് കഴുത്ത് നീട്ടിക്കൊടുത്ത് ചാകാൻ വേണ്ടിയല്ല, മറിച്ച് അങ്ങനെ ജീവൻ വെടിയേണ്ടി വന്ന ആളുകളുടെ ഉജ്ജ്വലമായ സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരത്തിന് വേണ്ടി നാം ഓരോരുത്തരും ഉണ്ടാകണം, ഉണ്ടായേ പറ്റൂ. നമുക്ക് ഈ നാടിനെ മാറ്റിമറിക്കണം. നമുക്ക് ദേശീയ മൂല്യങ്ങളുടെ വിളഭൂമിയായി നമ്മുടെ ഈ കണ്ണൂരിനെ മാറ്റിയെടുക്കണം. അതിനുവേണ്ടിയുള്ള നിയോഗം എന്നുകൂടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആ ഒരു പ്രതിബദ്ധത അറിയിച്ചുകൊണ്ട്, ഞാൻ നിങ്ങൾ ഓരോരുത്തരുമാണ്, നിങ്ങൾ ഓരോരുത്തരും ഞാനാണ്. സദാനന്ദൻ മാഷിന്റെ പേരിൻ്റെ കൂടെ ഒരു MP എന്ന 2 അക്ഷരമുണ്ടെങ്കിൽ നിങ്ങളൊക്കെ അതിന് അവകാശികളാണ്. നിങ്ങൾ ഓരോരുത്തരും അതിന് അവകാശികളാണ്. മണ്ണിനടിയിൽ കഴിയുന്ന നമ്മുടെ സഹോദരങ്ങൾ, അന്തരീക്ഷത്തിലുള്ളവരുടെ ആത്മാക്കൾ അവരുടേതാണ്, അവരുടെ കുടുംബങ്ങളുടേതാണ്. ഇതിനുമപ്പുറത്ത് പൊതുസമൂഹത്തിൻ്റെതാണ്. നാം അല്ലാത്ത, ഒരുപക്ഷെ നമ്മളെ എതിർക്കുന്ന ആളുകൾക്ക് വരെ എന്നിൽ അവകാശമുണ്ട്. അപ്പോൾ ആ നിലയ്ക്കുള്ള ഒരു പ്രവർത്തന പദ്ധതിയുമായി മുന്നോട്ട് പോകും. അതിന് നിങ്ങൾ ഓരോരുത്തരുടെയും പിന്തുണയും സഹകരണവും എന്നും ഉണ്ടാകണം, ആശീർവാദമുണ്ടാകണം. ഞാൻ എന്നെ വന്ന് കാണുന്ന 100 കണക്കിന് പ്രവർത്തകരോട് ഇത് തന്നെയാണ് പറയാറുള്ളത്. നിങ്ങളുടെ ഒരു വിരൽത്തുമ്പിൽ ഞാനുണ്ടാകും, ഒരു വിരൽത്തുമ്പിൽ ഞാനുണ്ടാകും. അതുകൊണ്ട് ആ നിലയ്ക്ക് നമുക്കൊരുമിച്ച്, മോദിജി എന്നോട് പറഞ്ഞ ദൗത്യം നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിർവഹിക്കാനുള്ള ദൗത്യമാണ്. നമുക്കൊരുമിച്ച് ആ ദൗത്യം നിർവഹിക്കണം. നമ്മുടെ നാടിന് നന്മ വരുത്തണം. അതിന് സർവേശ്വരൻ്റെ അനുഗ്രഹം, നമ്മെ വിട്ടുപോയ നമ്മുടെ മഹാത്മാക്കളായ മുൻഗാമികളുടെ, സ്വർഗീയ മാരാർജിയെ പോലുള്ള ആളുകളുടെ, മാരാർജിയെക്കുറിച്ച് പറയുമ്പോൾ ഒറ്റ കാര്യം കൂടി സൂചിപ്പിക്കാൻ, എനിക്ക് പോകാൻ സമയമായി. മാരാർജി മഞ്ചേശ്വരത്ത് മത്സരിക്കുമ്പോൾ ഞങ്ങൾ കണ്ണൂരിൽ നിന്നൊരു 150 പ്രവർത്തകർ പോയിരുന്നു. ഞാനും വത്സന്തിലങ്കിരിയൊക്കെ ഉണ്ടായിരുന്നു ആ ഗ്രൂപ്പിൽ. 92 മാരാർജി മഞ്ചേശ്വരത്ത്, 92 അന്ന് രാത്രി തെരഞ്ഞെടുപ്പ് പ്രചരണമെല്ലാം കഴിഞ്ഞാൽ ഉപ്പള എന്ന് പറയുന്ന സ്ഥലത്തെ പാർട്ടി ഓഫീസിൽ മാരാർജി ഒരു 11 മണിയോടുകൂടി എത്തും. അപ്പം ഞങ്ങൾ എല്ലാ പ്രവർത്തകരും ആ പ്രദേശത്ത് ഒരുമിച്ച് കൂടും. ഒരു 100-150 ബൂത്ത്, എല്ലാവരും ബൂത്ത് ചുമതലകളൊക്കെ ഉണ്ടാവും. അന്ന് കൗതുകത്തോടെ മാരാർജിയോട് ഞാനൊരു ചോദ്യം ചോദിച്ചു, മാരാർജി ജയിക്കുമോ? അപ്പം എൻ്റെ ചെവിക്കിങ്ങനെ ഒരു പിടുത്തം പിടിച്ച് മാരാർജി പറഞ്ഞു, മാരാർജി ജയിക്കുമോ എന്നല്ല, BJP ജയിക്കുമോ എന്നാണ് ചോദിക്കേണ്ടത്. അതാണ് നമ്മുടെ പ്രസ്ഥാനം, അതാണ് മാരാർജി. ആ മാരാർജിയുടെ പുണ്യസ്മരണ നിലനിൽക്കുന്ന സങ്കേതമാണ് പാർട്ടിയുടെ ഈ ജില്ലാ ആസ്ഥാനം. അവിടെ നിന്നുകൊണ്ട് മാരാർജിയുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന്, നമ്മുടെ നാടിൻ്റെ നന്മയ്ക്ക്, പ്രിയപ്പെട്ടവരെ, എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കൈകോർത്ത് ഹൃദയങ്ങൾ ചേർത്ത് വെച്ച് മുന്നോട്ട് പോകണം. എല്ലാവരും അക്കാര്യത്തിലുണ്ടാകണം. ഞാനിവിടെ എൻ്റെ വാക്കുകൾ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. വന്ദേ മാതരം. ഭാരത്